ഈ വിഷയത്തിൽ ചർച്ചയിൽ ഡോക്ടർ വി ശിവദാസൻ MP CPM-ൽ നിന്നും BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസും. ആദ്യം ശ്രീ ശിവദാസൻ, ഇന്നിപ്പോൾ UDF-ഉം LDF-ഉം സംയുക്തമായിട്ടാണ് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധം ഇനി ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതേണ്ടത്? ഇതുവരെ ആദ്യഘട്ടത്തിൽ കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി ആദ്യം സംസ്ഥാനത്തെ വിമർശിച്ചു. രണ്ടാമത് കണക്കുകൾ മുഴുവൻ നിരത്തിയ സമയത്ത് കോടതി തന്നെ മാധ്യസ്ഥം വഹിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് കിട്ടേണ്ട പ്രത്യേക പാക്കേജ് അല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. നേരത്തെ നൽകിയ രക്ഷാപ്രവർത്തനത്തിനടക്കം രക്ഷാദൗത്യത്തിനടക്കമുള്ള പണം അങ്ങോട്ട് നൽകണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് കേരളത്തിന് മുന്നിൽ? ഇവിടെ അത്യന്തം വേദനാകരമായിട്ടുള്ളൊരു സമീപനമാണ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു സമീപനമല്ല കേരളത്തോട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും കേരളത്തോട് അങ്ങേയറ്റം വിവേചനമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ അമിത്ഷായുടെ ഒന്നാമത്തെ പ്രസംഗം തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം പാർലമെൻറ്റിൽ രാജ്യസഭയിൽ ഉയർത്തി. രാജ്യസഭയിൽ അന്നേ ദിവസം അമിത്ഷാ പറഞ്ഞത് വാണിംഗ് നേരത്തെ നൽകിയിരുന്നു, 4 ദിവസം മുന്നേ നൽകിയിരുന്നു. എന്നാൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്ന നിലയിൽ അവതരിപ്പിച്ചു. ഗുജറാത്തിനും നൽകിയിരുന്നു, ഒഡീഷയ്ക്കും നൽകിയിരുന്നു. അവിടെ ഗുജറാത്തിലൊരു കന്നുകാലി പോലും മരിച്ചില്ല, ഒഡീഷയിൽ ഒരാൾ മാത്രമാണ് മരണപ്പെട്ടതെന്നൊക്കെയുള്ള പ്രസംഗം അദ്ദേഹം നടത്തി. പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് അന്ന് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായും മറ്റും വ്യക്തമാക്കപ്പെട്ടു. ഒരു തരി ക്ഷമാപണം നടത്താൻ പോലും അമിത്ഷാ തയ്യാറായില്ല. കളവ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തമാണ് എന്ന് എൻവറോൺമെൻറ്റ് മിനിസ്റ്റർ പ്രസംഗിച്ചു. പാരിസ്ഥിതിക മന്ത്രി പറഞ്ഞു മനുഷ്യനുണ്ടാക്കിയ ദുരന്തമാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. നേരത്തെ മുൻ മന്ത്രിയായിരുന്ന BJP നേതാവ് പറഞ്ഞു, ഒരു പഞ്ചായത്തൊന്നും ഒഴുകിപ്പോയിട്ടില്ലല്ലോ, ആകെ 2-3 വാർഡുകൾ മാത്രമല്ലേ പോയിട്ടുള്ളൂ എന്ന് കണ്ണിൽ ചോരയില്ലാത്ത നിലയിൽ നികൃഷ്ടമെന്ന് പറഞ്ഞാൽ തെറ്റാവില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന നിലയിലുള്ള ഒരു പ്രസ്താവന ഒരു മുൻ മന്ത്രിയിൽ നിന്നുണ്ടായി. BJP എങ്ങനെയാണ് ദുരന്തത്തെ കാണുന്നത്? അവരൊരു സംസ്ഥാനത്തെ വേട്ടയാടുകയാണ്, ഈ നാട്ടിലെ ജനങ്ങളെ വേട്ടയാടുകയാണ്. ഏറ്റവും ഒടുവിൽ നാം കണ്ടിട്ടുള്ള കാര്യം എന്താണ്? ഇവിടെ വ്യോമസേന എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടെ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യയുടെ സേനാഭിഭാഗങ്ങളിലൊന്ന് അവർ ദുരന്തമുഖത്ത് വന്ന് സേവനം നടത്തിയതിന് പ്രത്യേകമായ പണം കേരളത്തിൽ നിന്ന് ഈടാക്കുന്നു. പ്രത്യേകമായി പണം കേരളത്തിൽ നിന്ന് അതിൻ്റെ പൈസ പറഞ്ഞ് വാങ്ങുകയാണ്. ഇവിടെ പ്രധാനമന്ത്രി വന്നിരുന്നു. പ്രധാനമന്ത്രി ഉപയോഗിച്ച വിമാനം ആരുടേതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. നാളെ ഇനി അതിൻ്റെ ബില്ലും ഇവിടെ വന്ന് പ്രധാനമന്ത്രി ആ കുഞ്ഞിനെ എടുത്ത് താലോലിച്ചതിൻ്റെ ചിത്രമൊക്കെ നാടാകെ വന്നതാണ്. അതിൻ്റെ കൂടി ചെലവ് കേരളത്തിലെ സർക്കാർ വഹിക്കണമെന്നാണ് ഇവർ കാണുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ട്, മോദിയുടെ BJPയുടെ സർക്കാരിനെതിരായിട്ട് അണിനിരക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. കേരളത്തിന് അർഹതപ്പെട്ട പണം, കേരളത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നാം നടത്തിയേ പറ്റൂ. അത്രമേൽ ക്രൂരമായിട്ടുള്ള ഒരു നടപടിക്കെതിരാണ് നമ്മളെല്ലാവരും ഒന്നിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഇവിടെ നാം വീണ്ടും ഓർമ്മിക്കേണ്ടുന്ന കാര്യം, ഗുജറാത്തിന് സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ, BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, ആഴമേറിയ അവഗണന, അത് ഒരിക്കലും നമുക്ക് പുറത്തുകൂടാ എന്നുള്ളത് കൂടിയാണ് പറയാനുള്ള കാര്യം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.